Hello everyone, iOS 18.3 is officially released. Yes, ഈ അപ്ഡേഷൻ 7.31 GB എൻ്റെ ഐഫോൺ 16 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 6 മുതൽ 8 GB തന്നെയായിരിക്കും ഈ അപ്ഡേഷൻ വരാനുള്ള ചാൻസ്. നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്തൊക്കെ പ്രിക്കോഷണറി സ്റ്റെപ്സ് എടുക്കണം, അതേപോലെ നിങ്ങളുടെ ഐഫോണിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ഇതേപോലെ അപ്ഡേഷൻസ് വരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അറിയാനും പുതിയ മാറ്റങ്ങൾ അറിയാനും നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഇസ് എബിൻ സേവിയ, വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം തന്നെ നമുക്കൊരു പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ആവാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ വന്ന ഒരു മാറ്റമാണ്. നമുക്കിനി മുതൽ നാച്ചുറൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ആപ്പ് സ്റ്റോറിൽ ആപ്പുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ഞാനിവിടെ റേസിംഗ് വിത്ത് ഗുഡ് ഗ്രാഫിക്സ് എന്ന് സെർച്ച് ചെയ്യാണ്. ഗുഡ് ഗ്രാഫിക്സ് എന്ന് സെർച്ച് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും വന്നിരിക്കുന്ന എല്ലാ ഗെയിംസും കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള ഗ്രാഫിക്സ് നീഡഡ് ആയിട്ടുള്ള ഗെയിംസാണ്. എൻ്റെ ഈ ഒരു നാച്ചുറൽ സെർച്ച് അനുസരിച്ച് തന്നെയാണ് എനിക്ക് റിസൾട്ടും വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ നാച്ചുറൽ ലാംഗ്വേജ് അനുസരിച്ച് ഗെയിംസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനും എളുപ്പമായിരിക്കും. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ സെറ്റിങ്സിലാണ്. നേരെ സെറ്റിങ്സ് എടുക്കാം. ഇവിടെ ആക്സസിബിലിറ്റി ഓപ്ഷൻ എടുത്ത് നേരെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ക്യാമറ കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു ഓപ്ഷൻ്റെ ബട്ടൺ ഇപ്പോൾ കറക്റ്റായിട്ട് ഡാർക്ക് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇതൊരു ചെറിയ മാറ്റമാണെങ്കിലും ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് ആപ്പിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ കാൽക്കുലേറ്റർ ആപ്പിലാണ്. നേരെ നമുക്ക് കാൽക്കുലേറ്റർ ആപ്പ് എടുക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ ഒന്ന് സെർച്ച് ചെയ്യാം. കാൽക്കുലേറ്റർ ആപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഇനി മുതൽ നമുക്ക് ഈക്വൽ ടു ടാപ്പ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ആപ്പിൾ ബ്രിങ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനിവിടെ 3+7 എന്നടിച്ചു, 10 വന്നു. നിങ്ങൾക്ക് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈക്വൽ ടു ടാപ്പ് ചെയ്യുമ്പോൾ അത് മൾട്ടിപ്പിൾ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. നേരത്തെ നമ്മളുടെ iOS 18.2.1 ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് iOS 18.3 ഇതേപോലെ ഈക്വൽ ടു ടാപ്പ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം അടുത്ത വന്ന മാറ്റമാണ് MDM എന്ന് പറയുന്നത്, അഥവാ മൊബൈൽ ഡിവൈസ് മാനേജ്മെൻറ്റ് ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവർക്കും അതേപോലെ സാറ്റലൈറ്റ് ഏജൻസികൾക്കുമാണ്. ഐഫോണിൽ നമുക്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന MDM എന്ന് പറയുന്നത്. കുറേ കമ്പനികൾക്ക് വേണ്ടി ഐഫോൺ യൂസ് ചെയ്യുന്ന കുറേയധികം എംപ്ലോയീസ് ഉണ്ടാവും. ഈ ഓരോ എംപ്ലോയീസിനും ഇനി മുതൽ സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഓഫ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഓപ്ഷൻ iOS 18.3 ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി iOS 18.3 നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ആപ്പിൾ ഇൻ്റലിജൻസ് ഓൺ ആയിരിക്കും. സെറ്റിങ്സിലേക്ക് പോയി നിങ്ങൾ ആപ്പിൾ ഇൻ്റലിജൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓൾറെഡി ഓൺ ആയിരിക്കും. ഇനി മുതൽ നിങ്ങൾക്ക് ടേൺ ഓൺ ചെയ്യേണ്ട ഒരു ആവശ്യം ആപ്പിൾ ഇൻ്റലിജൻസിൽ വരില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഐഫോൺ 15 Pro ഓർ ലേറ്റർ ഡിവൈസിൽ ആപ്പിൾ ഇൻ്റലിജൻസ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോയും ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഡിവൈസിൻ്റെ ഓപ്ഷൻസ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ആപ്പിൾ ഇൻ്റലിജൻസിൽ കുറച്ചധികം ഇറേഴ്സും വരുന്നുണ്ട്, എസ്പെഷ്യലി നമ്മുടെ നോട്ടിഫിക്കേഷൻസിൽ. ഇനി മുതൽ നോട്ടിഫിക്കേഷൻ സമ്മറി എന്ന് പറയുന്നത് ആപ്പിൾ കറക്റ്റായിട്ട് പറയുന്നത് കുറച്ചധികം ഇറേഴ്സ് വരുമെന്നാണ്. ഞാനവിടെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ആപ്പിൾ കറക്റ്റായിട്ടൊരു നോട്ട് കൊടുക്കുന്നുണ്ട്. സമ്മറി മേ കണ്ടെയ്ൻ ഇറർ എന്ന് കറക്റ്റായിട്ട് ആപ്പിളോട് മെൻഷൻ ചെയ്യുന്നുണ്ട്. BBC ന്യൂസിൽ കുറേയധികം റിപ്പോർട്ട്സ് വന്നായിരുന്നു. ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ സമ്മറിയിൽ കുറേയധികം ഇറേഴ്സ് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ ആ ഒരു നോട്ടും ഇവിടെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്പ്ലാഷ് സ്ക്രീൻ വരുന്നതായിരിക്കും. ഇവിടെ കറക്റ്റായിട്ട് ആപ്പിൾ കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന ഓരോ ഫീച്ചേഴ്സിലും ചിലപ്പോൾ ഇറേഴ്സ് ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ടേക്ക് ഓൺ ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് വായിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചൂസ് നോട്ടിഫിക്കേഷൻ ടു സമ്മറി അടിക്കാം. ഇവിടെ നിങ്ങൾക്ക് ന്യൂസ്, കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് ഓൾ അതർ ആപ്സ് കൊടുക്കാം. ആപ്പിളിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ സമ്മറി ഇപ്പോൾ US ആപ്പിളിൻ്റെ ന്യൂസിനും എൻ്റർടൈൻമെൻറ്റ്സിനും ഓഫാണ്. നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുന്ന അമേരിക്കയിലുള്ള കൂട്ടുകാരാണെങ്കിൽ ഈ പറഞ്ഞ ന്യൂസിനും എൻ്റർടൈൻമെൻറ്റ്സിനും കുറച്ച് നാളത്തേക്ക്
ആപ്പിളിൻ്റെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ സമ്മറി ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെമ്പററി അൺഅവൈലബിൾ, സമ്മറി വിൽ ഓട്ടോമാറ്റിക്കലി അപ്പിയർ വെൻ അവൈലബിൾ എന്ന്. ജസ്റ്റ് ബാക്കി എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ന്യൂസും അതേപോലെ എൻ്റർടൈൻമെൻറ്റ്സും നിങ്ങൾക്ക് ടെമ്പററി അൺഅവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് സമ്മറി കൊടുക്കാം, എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്കിവിടെ ഓൺ ആയിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാർ പുൾ ഡൗൺ ചെയ്യുമ്പോൾ ഇനി മുതൽ കുറേയധികം ടെക്സ്റ്റ് ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ സമ്മറീസ് വരുമ്പോൾ കുറച്ചധികം ചരിഞ്ഞ ഒരു ഫോണ്ട് അഥവാ ഇറ്റാലിയസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണ്ടിലായിരിക്കും കാണാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് എളുപ്പത്തിന് നോട്ടിഫിക്കേഷൻ സമ്മറി ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു ഓപ്ഷൻ ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം അടുത്ത വന്നൊരു മേജർ മാറ്റമാണ്, നിങ്ങൾ ഐഫോൺ 16 ഓർ ലേറ്റർ ഡിവൈസ് യൂസ് ചെയ്യാനും കൂട്ടുകയാണെങ്കിൽ വിഷ്വൽ ഇൻ്റലിജൻസിൽ ഒരു അടിപൊളി മാറ്റം വന്നിട്ടുണ്ട്. ഇനി മുതൽ വിഷ്വൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ്, ബേർഡ്സ്, ആനിമൽസ് എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവൻറ്റിൻ്റെ പോസ്റ്റേഴ്സോ കാർഡ്സോ കിട്ടുകയാണെങ്കിൽ അതിലെ ഡേറ്റും ബാക്കി കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവൻറ്റിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കലണ്ടറിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിളിൻ്റെ വിഷ്വൽ ഇൻ്റലിജൻസിലേക്കും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്ഡേഷനിൽ വന്ന ബഗ് ഫിക്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും വലിയ ബഗ് ഫിക്സ് വന്നിരിക്കുന്നത് നമ്മുടെ കീബോർഡിലാണ്. കുറേയധികം കൂട്ടുകാർക്ക് ഈ പറഞ്ഞ കീബോർഡിൻ്റെ റെസ്പോൺസ് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അതോടൊപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇമോജിയുടെ ഈ ഒരു പെല്ലറ്റ്സ് എടുക്കുമ്പോൾ കുറേയധികം ഇമോജിസ് മിസ്സായിരുന്ന ആ ഒരു ബഗ് ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ഇമോജിസ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഈ ഒരു പെല്ലറ്റ്സിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബഗ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഈ ഒരു അപ്ഡേഷനിൽ വന്ന പെർഫോമൻസ് ചേഞ്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വലിയ ക്ലട്ടറിങ്ങോ അതേപോലെ ബഗ്ഗോ ആസ് ഓഫ് നൗ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ലൈബ്രറിയിലേക്കുള്ള ആ ഒരു സ്മൂത്ത്നെസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടാണ് എൻ്റെ ഡിവൈസ് ആക്ട് ചെയ്യുന്നത്. ഇനി ഓരോ ആപ്ലിക്കേഷൻസ് എടുത്ത് നോക്കാം. ആപ്പിൾ മ്യൂസിക് എടുത്ത് നോക്കാം, ഫാസ്റ്റായിട്ട് ലോഡ് ആയിട്ടുണ്ട്. അതേപോലെ ക്യാമറ എടുത്ത് നോക്കാം, അതും ഫാസ്റ്റായിട്ട് ലോഡ് ആയിട്ടുണ്ട്. ക്ലോക്ക് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഓരോ ആപ്പിൻ്റെ ലോഞ്ചിങ്ങും അതേപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ഫാസ്റ്റും ക്വിക്കുമായിട്ട് തന്നെയാണ് ഈ ഒരു അപ്ഡേഷന് ശേഷം എൻ്റെ ഐഫോൺ 16 വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു അപ്ഡേഷൻ്റെ പെർഫോമൻസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു പെർഫോമൻസിൻ്റെ ഗീക്ബെഞ്ച് സ്കോറും നമുക്ക് നോക്കാം. ജസ്റ്റ് സിംഗിൾ കോർ എന്ന് പറയുന്നത് 3134 ആണ്, മൾട്ടി കോർ എന്ന് പറയുന്നത് 7800 ആണ്. അത്യാവശ്യം ഡീസൻ്റായ ഒരു റിസൾട്ട് തന്നെയാണ് എനിക്ക് ഗീക്ബെഞ്ച് സ്കോറിലും വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു അപ്ഡേഷൻ ചെയ്യുമ്പോൾ കുറേയധികം കൂട്ടർക്ക് ഹീറ്റിംഗ് ഇഷ്യൂവും ബാറ്ററി ഡ്രെയിനും വരുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂവും ബാറ്ററി ഡ്രെയിനും മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റീസൺസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നത്. ഒന്ന്, നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന ഒറിജിനൽ വയറാണോ അതേപോലെ ചാർജ് ആണോ ചെക്ക് ചെയ്യുക. ചാർജർ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ ഹീറ്റിംഗ് ഇഷ്യൂ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം ഔട്ട്ഡോർ യൂസേജ് നിങ്ങൾക്ക് വല്ലാണ്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ഹീറ്റിംഗ് ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. ബാറ്ററി ഡ്രെയിനിങ്ങും സെയിം അതുപോലെ തന്നെയാണ്. എൻ്റെ ഈ പറഞ്ഞ ബാറ്ററി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ഈ ഒരു ഡിവൈസിൽ ബാറ്ററി തരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 7 hours 24 minutes സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 1 hour 48 minutes. ഇനി എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും 100% തന്നെയാണ്. എൻ്റെ മാക്സിമം കപ്പാസിറ്റി സൈക്കിൾ കൗണ്ട് എന്ന് പറഞ്ഞാൽ 92 ആണ്. ഞാൻ എൻ്റെ ബാറ്ററി കപ്പാസിറ്റിയുടെ ചാർജിങ് ഇപ്പോൾ ഓൾമോസ്റ്റ് 90 സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ചാർജിങ് ലിമിറ്റാണ് ഞാൻ മാക്സിമം സെറ്റ് ചെയ്യുന്ന ആ ഒരു ബാറ്ററി ചാർജിങ് ലെവൽ എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇതേപോലെ ബാറ്ററി ഡ്രെയിനോ അതേപോലെ ചാർജിങ് ഇഷ്യൂവും കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ അപ്ഡേഷന് ശേഷവും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും മേക്ക് ഷുവർ ഒരു ഓതറൈസ്ഡ് ആയ സർവീസ് സെൻറ്ററിൽ നിങ്ങളുടെ ഡിവൈസ് എന്തായാലും ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷനിൽ വന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ്. ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഐഫോൺ 13 യൂസേഴ്സിനോട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യാൻ പറയും. കാരണം കുറേയധികം ഡിസ്പ്ലേ ഇഷ്യൂ ഈ ഐഫോൺ 13 നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോളോ അപ്പ് റിവ്യൂവും ബാക്കി കാര്യം പറഞ്ഞിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കുക. അതോടൊപ്പം ബാക്കിയുള്ള ഹയർ ഡിവൈസ് 14, 15, 16 എന്നീ പറഞ്ഞ ഡിവൈസുകളും മാക്സിമം ഐട്യൂൺസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. അതിനു മുമ്പ് നിങ്ങളുടെ ഈ പറഞ്ഞ ഡിവൈസ് എല്ലാം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാണെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. ആൻഡ് ഈ അപ്ഡേഷൻ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലായി അതേപോലെ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക,
എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ക്വിക്കായിട്ട് അപ്ഡേഷൻസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ബാക്കി എല്ലാ സോഷ്യൽ മീഡിയ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. This is Vibin Xavier signing from Evica.